2025 മാത്രം യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് റിലേറ്റ് ചെയ്ത് 26 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അഗൈൻ വെൽക്കം ടു ലേൺലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് ജെയ് 2025 യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ലടാ, എല്ലാ ചാപ്റ്ററിന്റെ ബേസ്, എല്ലാ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും നമുക്ക് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ഡയമെൻഷൻ നോക്കി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ സെലക്ട് ചെയ്തത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ 26 ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ളത്, ജെയ് 2025 എല്ലാ ഷിഫ്റ്റിലുമായിട്ട് ചോദിച്ച ഒരു 26 ക്വസ്റ്റ്യൻ നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 26 ക്വസ്റ്റ്യൻ ഇപ്പൊ എന്താക്കാൻ പറ്റടാ, നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഒരു പെന്നും പേപ്പറും എടുത്ത് ഇവിടെ ഇരുന്നോ, നമുക്ക് ഒപ്പനം സോൾവ് ചെയ്യാം. ഓക്കെ, സോ അഗൈൻ വെൽക്കം ടു ലേൺലി. നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാടാ, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ആണ്. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ആണ് നമ്മളിപ്പോ സോൾവ് ചെയ്യും. ഈ 25 നമ്മളിപ്പോ സോൾവ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇങ്കിന്റെ കളർ ഒന്ന് മാറ്റാം. അതെടുക്കാം. യെല്ലോ എടുക്കാം. ഓക്കെ, സോ അഗൈൻ വെൽക്കം ടു ലേൺലി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാണ്. എടാ, ജെയ് മെയിൻ 2025 ഏപ്രിലിലെ രണ്ടാമത്തെ ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഡയമെൻഷൻസ് ഓഫ് μ0 ഡിവൈഡഡ് ബൈ ε0 ഈസ് ഈക്വൽ ടു. ഡയമെൻഷൻസ് ഓഫ് μ0 ഡിവൈഡ് ബൈ ε0 ഈസ് ഈക്വൽ ടു എന്ന ക്വസ്റ്റ്യൻസ്. അപ്പം റെഗുലർ ആയിട്ട് അധികം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, നീറ്റിനൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നീറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 1/√μ0/ε0. അത് നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. 1/√μ0/ε0 എന്ന് വെച്ചാൽ ലൈറ്റിന്റെ സ്പീഡാണ്. അത് കാണുന്ന കുട്ടികൾ എഴുതി വെക്കും, ലൈറ്റ് ഓഫ് സ്പീഡാണ്. അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അങ്ങനത്തെ ഓപ്ഷനേ ഇവിടെ ഇല്ല. ഇവിടെ ചോദിച്ചത് നേരെ തിരിച്ചാണ്, √μ0/ε0 ആണ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് അല്ല, നിങ്ങൾക്കറിയാം നമ്മളെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, C is equal to A/ε0 divided by D ആണ്. സിമിലർലി ഇൻഡക്റ്റൻസ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, നമ്മൾ ഇൻഡക്റ്റൻസ് എന്നൊരു ക്വാണ്ടിറ്റി പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, μ0 NA ഡിവൈഡഡ് ബൈ L, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കി. റേഷ്യോ എടുക്കുന്നതിന് മുമ്പിൽ A എന്ന് വെച്ചാൽ എന്താടാ, ഏരിയ ആണ്. D എന്ന് വെച്ചാൽ കപ്പാസിറ്ററിന്റെ കേസിൽ ഡിസ്റ്റൻസ് ആണ്. L മീൻസ് എന്താണ്, ലെങ്ത് ഓഫ് ദി കോയിൽ ആണ്. സോ നിങ്ങൾ C/L ചെയ്താൽ, സോറി, ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തടാ, ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് നിങ്ങൾ 2/1 ചെയ്ത് നോക്കിയാൽ, നോക്കണേടാ, നിങ്ങൾ 2/1 ചെയ്താൽ ശ്രദ്ധിക്കണേടാ, 2/1 നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലും ഡിയും കട്ടായി പോകും. കാരണം രണ്ടിനും ഒരേ ഡയമെൻഷനാ. എയും എയും കട്ടായി പോകും, കാരണം രണ്ടിനും ഒരേ ഡയമെൻഷൻ, രണ്ട് ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ട്. സോ 2/1 ചെയ്താൽ ഏകദേശം അല്ല, ആക്ച്വലി ആയിട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും, μ0/ε0 ഈക്വൽ ആയിരിക്കും. എന്നെ നോക്കണ്ട, എന്നിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉണ്ടാവുക, L/C ആണ്. അപ്പൊ നോക്കിയേ, μ0/ε0 എന്ന് വെച്ചാൽ L/C ക്ക് ഈക്വൽ ആണ്. L എന്ന് വെച്ചാൽ ഇൻഡക്റ്റൻസ് ആണ്, C എന്ന് വെച്ചാൽ എന്താ, കപ്പാസിറ്റൻസ് ആണ്, അല്ലേ? അങ്ങനെയാണ് √μ0/ε0 എന്ന് നോക്കിയടാ, √μ0/ε0 എന്തിന് ഈക്വൽ ആയിരിക്കും, √L/C ക്ക് ഈക്വൽ ആയിരിക്കും. സോ പ്രോബ്ലം സോൾവ്ഡ്. വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ഡയമെൻഷൻ ഓഫ് √L/C. നോക്കണേ, അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് കപ്പാസിറ്റൻസും ഒന്ന് ഇൻഡക്റ്റൻസും. അതിന് ഏത് പൊട്ടന് വേണമെങ്കിലും ഡിലീറ്റ് ആക്കാം. അതൊരിക്കലും ഇനി ശരിയാവില്ല. ഇൻഡക്റ്റൻസിനെ കപ്പാസിറ്റൻസും ഡിവൈഡ് ചെയ്താൽ ഇൻഡക്റ്റൻസിന് ഈക്വൽ ആവില്ല, കപ്പാസിറ്റൻസിന് ഈക്വൽ ആവില്ല. അത് രണ്ടും പോയി. ഇനി 50-50 ചാൻസ് ആയി. ഒന്നുകിൽ വോൾട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കാം. അപ്പൊ നോക്കണേ, √L/C ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ നമ്മൾ ഹാപ്പി ആയി, അല്ലേ? നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. അപ്പൊ നോക്കണം, നമ്മൾ സീരീസ് എസിന്റെ ചാപ്റ്ററിൽ LCR സർക്യൂട്ട് ഉണ്ട്, LR സർക്യൂട്ട് ഉണ്ട്, CR സർക്യൂട്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സീരീസ് AC സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ LR സർക്യൂട്ടിന്റെ കേസിൽ നോക്കണേ, LR സർക്യൂട്ടിന്റെ കേസിൽ ടൈം കോൺസ്റ്റന്റ് ഏരിയ ഓർമ്മ ഉണ്ടടാ. LR സർക്യൂട്ടിന്റെ കേസിൽ ടൈം കോൺസ്റ്റന്റ് നമ്മൾ ടോ ഏരിയ എന്താടാ, L/R ആണ്. അങ്ങനെയാണെങ്കിൽ എടാ, അവിടെ നമുക്ക് ഇങ്ങനെ Lന് എഴുതാൻ പറ്റും, L is equal to ടോ ഇൻറ്റു R ആണ്. എന്തിന്റെ കേസിൽ, LR സർക്യൂട്ടിന്റെ കേസിൽ. അതേപോലെ CR സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ഉള്ള CR സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ ടോ എഴുതി വെച്ച്, ഓർമ്മ ഉണ്ടോ? ടോ ഈക്വൽ ടു RC എന്ന് എഴുതി വെച്ച്. അങ്ങനെയാണ് C ഒന്ന് എഴുതി വെക്കടാ, C ഈക്വൽ ടു ടോ ബൈ R അല്ലേ? ഇവിടെ L ഈക്വൽ ടു ടോ R അല്ലേ?
അങ്ങനെയാണെങ്കിൽ നോക്കണേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട റൂട്ട് ഓഫ് എൽ ബൈ സി ആ. അപ്പൊ ഞാൻ തൽക്കാലം എൽ ബൈ സി സി ഈക്വൽ നോക്കണേ. എല്ലിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ടോ ആറ് എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കടാ? ടോ ബൈ ആറ് എന്ന് കൊടുക്കാം. അല്ലെ, ടോ ബൈ ആറ് എന്ന് കൊടുക്കാം. സോ ടോയും ക്യാൻസൽ ഔട്ട് ചെയ്തുകൂടെ ഈ ആറ് ന്യൂമറേറ്ററിലേക്ക് പോകും. സോ എൽ ബൈ സി സി ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ആർ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. എൽ ബൈ സി ആർ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ നോക്കണേടാ, റൂട്ട് ഓഫ് എൽ ബൈ സി എന്ന് വെച്ചാൽ റൂട്ട് ആർ സ്ക്വയർ. റൂട്ട് ആർ സ്ക്വയർ നമ്മൾ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയിട്ട് എന്ത് മാത്രമായിട്ട് മാറും? ആറായിട്ട് മാത്രമായിട്ട് മാറും. സോ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. കാരണം എന്താ, ഇവിടെ റെസിസ്റ്റർ വെണ്ടക്കസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, റൂട്ട് ഓഫ് മ്യൂ സീറോ ബൈ എപ്സിലോൺ സീറോ എന്ന് കണ്ടാൽ ഇനി എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി റൂട്ട് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് മ്യൂ സീറോ ബൈ എപ്സിലോൺ സീറോ ആണ് നിങ്ങൾക്ക് അറിയാം എന്താണ്? അത് സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ വി വാണ്ട് ടു മൂവ് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ എന്താണ് ഓപ്ഷൻ ഒന്നും കൊടുത്തില്ല. കാരണം എന്താ, ഓപ്ഷൻ കണ്ടാൽ തന്നെ 2 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ മാത്രം കൊടുത്തു, ഓപ്ഷൻ കൊടുത്തില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താക്കാം? മാച്ച് ദ ഫോളോയിങ്. നമുക്ക് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാം. ഇവിടെ 4 ക്വാണ്ടിറ്റി ഉണ്ട്. ഈ 4 ക്വാണ്ടിറ്റിയും നമ്മളെ +1 മെക്കാനിക്സിലെ ക്വാണ്ടിറ്റീസ് ആണ്. ആദ്യത്തെ 4 ചാപ്റ്റർ പഠിച്ച കുട്ടിയാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ അറിയാൻ പറ്റും. അല്ലേ, മാസ് ഡെൻസിറ്റി, ഇമ്പൾസ്, പവർ, മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഈ 4 നമ്മൾ പഠിക്കുന്ന എവിടെയാ? മെക്കാനിക്സിലാണ്. അല്ലെ, ഇമ്പൾസ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാടാ, ചേഞ്ചിങ് മൊമെന്റ് ആണ്. ഇതാ നേരെ തന്നിക്കതാ, ഇമ്പൾസിന് നേരെ തഥാ മൊമെന്റത്തിന്റെ ഇക്വേഷൻ, സോറി മൊമെന്റത്തിന്റെ ഡയമെൻഷൻ mlt⁻⁻1. ഇത് നോക്കിയാൽ പവർ എന്ന് വെച്ചാൽ എന്താ? പവർ എന്ന് വെച്ചാൽ എനർജി ബൈ ടൈം ആണ്. അല്ലെ, എനർജി ബൈ ടൈം എന്ന് പറയുമ്പോൾ എനർജീന്റെ നിങ്ങൾക്ക് അറിയാം ml²T⁻²2 ആണ് ബൈ ടൈമിന്റെ ക്യാപിറ്റൽ ടി ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറുവടാ? ml²T⁻⁻3. സോ പവറിന് നേരെ ഇത് കൊടുക്കാം. നെക്സ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. എടാ, ഏത് ക്വാണ്ടിറ്റീന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചെയ്തും ഒരു മാസിന്റെ ടേമും ഉണ്ടാവും, ഒരു റേഡിയസോ ഡിസ്റ്റൻസോ അതിന്റെ റേഡിയസോ അല്ലെങ്കിൽ ഡിസ്റ്റൻസോ ഉണ്ടാവും, അതിന്റെ സ്ക്വയറും ഉണ്ടാവും. അല്ലേ, സ്ക്വയറും ഉണ്ടാവും. മാസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി സ്ക്വയർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സ്ക്വയർ എന്ന് എന്തിന്റെ വരിക? മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇതിൽ വരിക, എക്സ്പ്രഷനിൽ വരിക. ഇനി അതിന്റെ മുമ്പിൽ 2/5 2/3 അല്ലെ 1/10 അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ നോക്കുന്നില്ല. ഏത് ക്വാണ്ടിറ്റീന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ എഴുതിയാലും ഒരു മാസും ഉണ്ടാവും, റേഡിയസിന്റെ സ്ക്വയറും ഉണ്ടാവും. സോ കണ്ണുകൂട്ടി എഴുതാൻ പറ്റും. മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഡയമെൻഷൻ എന്താടാ? ml² ആണ്. മാസും ഉണ്ട്, ലെങ്തിന് ഒരു സ്ക്വയറും കൊടുക്കുക. ഇനി നെക്സ്റ്റ് മാസ് ഡെൻസിറ്റി ഉണ്ട്. മാസ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം കുറെ ഡെൻസിറ്റി പഠിക്കാനുണ്ട്. അപ്പൊ സാധാരണ നോർമൽ ആയിട്ടൊരു ഡെൻസിറ്റി കേട്ടാലും മാസ് ഡെൻസിറ്റി എന്ന് കണ്ടാലും സെയിം കൺസെപ്റ്റ് ആണ്. സോ മാസ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം. ഓപ്ഷൻ നമ്പർ 4 ആണ്, ml⁻⁻3. ഇത്രയേ ഉള്ളൂ. അല്ലെ, നിങ്ങൾ ജയിൽ ഇങ്ങനെ നല്ല ചൂടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ ഷിഫ്റ്റിലും. അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അല്ലേ, അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ ആയില്ല. അതെങ്കിൽ 2 3 ഇതിൽ 4 എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും. അല്ലെ, ഒരു ജയ് പ്രിപ്പയർ ചെയ്യുന്നവനിക്ക് ഇതിന്റെ 4 ഡയമെൻഷൻ അറിയില്ല. അപ്പൊ ഒന്ന് നിങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ വി വാണ്ട് ടു മൂവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് അതിനേക്കാണ് സിമ്പിൾ ആയി പോയടാ. അല്ലെ, ജയ് മെയ് 2025 ഏപ്രിലിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ε0 ഡിനോട്ട് ദ പെർമിറ്റിവിറ്റി ഓഫ് എ ഫ്രീ സ്പേസ്. നമ്മൾ കാര്യമായിട്ട് ഇതിന്റെ ഡാറ്റയൊക്കെ മാർക്ക് ചെയ്യാം. Phi is the flux of the electric field through area. Phi എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. The closed surface. Then the dimension of ε0 d phi e by dt at that of. അത് കാണുമ്പോൾ നമുക്ക് കത്തണം. അല്ലേ, നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും ഓൾറെഡി. ഇതിന്റെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലേ, എടാ നമ്മൾ ആംബിയർ സർക്യൂട്ടിലോ നമ്മൾ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിന്റെ കേസിൽ ഫെയിൽ ആവുമ്പോൾ അവിടെ പുതിയൊരു മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടല്ലോ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടെ പുതുതായിട്ടൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഓർമ്മ ഉണ്ടോ? അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേം ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു എന്ത്? ε0 d phi e by dt. ഇനി ആൻസർ ആയില്ലേ? ε0 d phi e by dt എന്ന് വെച്ചാൽ എന്താടാ? ID എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. അപ്പൊ ഒന്നും നോക്കാനില്ല, ഇലക്ട്രിക് കറന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അല്ലെ, അതിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, എന്ത് കറണ്ട് ആയിക്കോട്ടെ, കറണ്ട് എന്ന് കണ്ടാൽ എന്ത് തന്നെയാണ്? കറണ്ടിന്റെ ഡയമെൻഷൻ തന്നെയാണ്. അതായത് എന് ഈക്വൽ ആയിരിക്കും, ക്യാപിറ്റൽ എക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ 4th ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ആക്കി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ വരുന്നുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ടഫ് ആയിട്ട് കിട്ടുമോ നോക്കാം. ഓ, ഇതും സിമ്പിൾ. അല്ല, ചോദിച്ചത് എന്താ? 2025.
നോക്കണേടാ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the dimensions of Planck's constant and angular momentum are same. The dimensions of Planck constant and angular momentum are same ആണ് അല്ലേ? ശരിയല്ലേ? ആംഗുലാർ മൊമെന്റം L is equal to NH/2π നമ്മൾ എഴുതി വെക്കലില്ലേ? സോ ആംഗുലാർ മൊമെന്റ് എന്നിന് ഡയമെൻഷൻ ഉണ്ടോ? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്, ഇല്ല. 2ക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. പൈക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. സോ ആംഗുലാർ മൊമെന്റത്തിന്റെയും എച്ചിന്റെയും ഡയമെൻഷൻ എന്താടാ? ഈക്വൽ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്താടാ? ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇൻ ബോർസ് മോഡൽ, അതായത് റുദർഫോർഡിന്റെ മോഡൽ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ബോറിന്റെ മോഡൽ വരുന്നത്. ഇൻ ബോർസ് മോഡൽ ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് the nucleus only in those orbit for which angular momentum is an integral multiple of Planck constant. എടാ, ഈ തന്ന ഇക്വേഷൻ തന്നെയാണ് L is equal to NH/2π. അതായത് എടാ അവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇനി ചുറ്റും കുറെ ഓർബിറ്റ് ചെയ്യാൻ തോന്നിയതുപോലെ എനിക്ക് വരക്കാനൊന്നും പറ്റൂല. അതിന് കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അല്ലേ? എടാ ഞാൻ ഇപ്പൊ വരച്ച ഒന്നാമത്തെ ഓർബിറ്റ്, ഇങ്ങനത്തെ ഒരു ഓർബിറ്റ് അവിടെ അലോ ചെയ്യണമെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റ് h/2π ആയിരിക്കണം. ഇനി രണ്ടാമത് ഞാനൊരു അവിടെ ഒരു ഓർബിറ്റ് വരച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഓർബിറ്റ് അവിടെ പോസിബിൾ ആവണമെങ്കിൽ ശ്രദ്ധിക്കണേ, അതിന്റെ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കണടാ? അതിന്റെ ആംഗുലാർ മൊമെന്റ് 2h/2π ആയിരിക്കണം. ഇനി മൂന്നാമത് ഞാൻ ഇവിടെ ഒരു ഓർബിറ്റിൽ വരച്ചിട്ടുണ്ട്. ആ ഒരു ഓർബിറ്റിൽ നമുക്ക് പോസിബിൾ ആവണമെങ്കിൽ, അങ്ങനത്തെ ഓർബിറ്റിൽ അവിടെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റ് എത്രയാ? 3h/2π ആണ്. ഇനി നാലാമത് ഞാൻ ഇങ്ങനത്തെ ഒരു ഓർബിറ്റ് ഇവിടെ വരക്കാൻ അല്ലെ, എനിക്ക് തോന്നിയതുപോലെ നാലാമത് ഞാൻ ഒരു ഓർബിറ്റ് വരക്കാണ്. ഞാൻ നിങ്ങളോട് പറയാനടാ, ഇതിന്റെ ആംഗുലാർ മൊമെന്റം 3.6, ഞാൻ പറയാണ് ഇതിന്റെ ആംഗുലാർ മൊമെന്റം 3.6 h/2π എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് പൊട്ടത്തെറ്റാ. അങ്ങനത്തെ ഒരു ആംഗുലാർ മൊമെന്റുള്ള ഓർബിറ്റ് പോസിബിൾ ആവില്ല. ഒന്നുകിൽ 3h/2π, അടുത്തതിന് പോസിബിൾ ആയിട്ടുള്ള ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം 4h/2π ആണ്. ഇനി അടുത്ത എന്താണ്? 5h/2π ആണ്. സോ ഇവിടെ തന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലടാ അല്ലേ? ഇവിടെ തന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എനിക്ക് ധൈര്യത്തിൽ ഓപ്ഷൻ നമ്പർ എ കൊടുക്കാൻ പറ്റും. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓക്കെ, അപ്പൊ 4 നമ്മൾ സോൾവ് ചെയ്ത് നെക്സ്റ്റ് 5th ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാണ്. ഏതാണ്? ഏപ്രിൽ തന്നെ 52nd ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ. ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റം എ ക്വാണ്ടിറ്റി ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അത് കാണുമ്പോൾ തന്നെ ഓർമ്മ വരണം, റേഷ്യോ ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി ആടാ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ആണ്. അപ്പൊ പിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വേഷൻ എന്താ നോക്കി നോക്ക്. Q ഇൻറ്റു എന്താണ്? 2a ആണ്. 2a എന്ന് വെച്ചാൽ ലെങ്ത് ആണ് അല്ലേ? ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എ കറന്റ് ക്യാരിങ് ലൂപ്പ് ആക്ട് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിഫൈൻ ചെയ്ത I ഇൻറ്റു a ആണ്. സോ ഇവിടെ ഐക്ക് I എന്ന് കൊടുത്ത് ഇവിടെ എന്താ? ഏരിയ വെക്ടർ E എന്ന് കൊടുത്ത്. നോക്കണേടാ, Q തന്നെ കൊടുത്ത്. എടാ Q പകരം ഡയമെൻഷൻ ഞാൻ വെറുതെ എഴുതി നോക്കി, എല്ലാം അല്ലേ? ഇനി ഐനെ ഒന്ന് മാറ്റിയതാണ്. I എന്ന് വെച്ചാൽ കറണ്ട് ബൈ ടൈം ആണ്. Q/T എന്ന് കൊടുത്ത് അല്ലേ? എന്ന് വെച്ചാൽ ഏരിയ ആണ്. അതിന്റെ ഡയമെൻഷൻ കൊടുത്തു നോക്കിയടാ, L². അതിന്റെ ഡയമെൻഷൻ L². എന്താണ് Qന് കൊടുക്കാത്ത സംശയം ഉണ്ടാവും? ഒറ്റവുണ്ട്, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് എന്താ എളുപ്പമാവും. അതുകൊണ്ടാണ് തൽക്കാലം അതിന് കൊടുക്കാത്തത് അല്ലേ? ഇനി നോക്കിയടാ, ഈ ക്യൂവും കട്ട് ചെയ്ത് പോവില്ലേ? ഈ ടി നേരെ മുകളിലോട്ടേക്ക് വരും. ആൻസർ നോക്കണേ. L ഇൻറ്റു ടി, ടിക്ക് ക്യാപിറ്റൽ T എന്ന് കൊടുത്ത് അടിയിലാരാ? L². ഇവിടുത്തെ ഒരു എല്ലും അടിയിലത്തെ ഒരു എല്ലും കട്ട് ചെയ്ത് പോയി. കാരണം അടിയിൽ 2 എല്ലുണ്ട്. ആ 2 എല്ലില് ഒരു എല്ലും മുകളിലത്തെ ഒരു എല്ലും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള ഒരു എല്ലിന് നേരെ മുകളിലോട്ടേക്ക് എടുത്തു. സോ P/M ഡയമെൻഷൻ എന്തായിട്ട് മാറി? LT⁻⁻1. അതായത് വെലോസിറ്റിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് മാറി, അല്ലെങ്കിൽ സ്പീഡിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് മാറി അല്ലേ? പക്ഷെ ചോദ്യം എന്താണ്? ഇങ്ങനെ ഒരു സാധനം തന്നു, വാല്യൂ ഓഫ് P ആൻഡ് Q. ഇവിടെ Q ഇവിടെ മിസ്സിംഗ് ആലടാ. ഓക്കെ, ഇവിടെ ഒരു Q ഉണ്ട്. എടാ ഒരു ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആണ്, പ്രിന്റിങ്ങിലെ മിസ്റ്റേക്ക് ആണ്. M⁻P, L⁻Q, T⁻R, A⁻S. അങ്ങനെയാണ്, A⁻S ആണ്. നമുക്കിവിടെ കിട്ടുന്നില്ലേ? L⁻⁻1, L⁻⁻1 T എന്നാ കിട്ടുന്നത് അല്ലേ? അതായത് എല്ലിന്റെ പവർ -1 ആണ്, ടിന്റെ പവർ എത്രയാ? 1 ആണ്. ഇവിടെ M ഇല്ല, എമ്മിന്റെ പവർ 0. A ഇല്ല, എന്റെ പവർ എത്രയാ? 0. ഇനി കമ്പയർ ചെയ്ത് നോക്ക്, P യും Q വേണ്ടി. അപ്പൊ P ന്റെ വാല്യൂ നമുക്ക് മനസ്സിലായി. P
പിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് അത് 0 ആണ് അല്ലേ. ഇനി ക്യൂവിന്റെ വാല്യൂ നോക്കിയേ. ക്യൂ എന്ന് വെച്ചാൽ എല്ലിൻ്റെതാണ്. എല്ലിന്റെ എത്രയാണ് -1 ആണ്. സോ 0,-1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്താക്കി ഒന്ന് ഡൗൺ ആയി പോയി. കാരണം നമ്മൾ ചെയ്ത് തെറ്റിപ്പോയെന്ന് സംശയം വന്നു അല്ലെ. അവിടെ 0 എന്ന് അവർ കൊടുത്ത് അവിടെ എന്തുണ്ട് ക്യാപിറ്റൽ ക്യൂ എന്ന് വേണം എന്നല്ല PQRS. ആ ക്യൂ അവിടെ മിസ്സിംഗ് ആണ്. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ.